എല്ലാ മനുഷ്യരിലും വിശ്വാസങ്ങളുമുണ്ട്, അന്ധവിശ്വാസങ്ങളുമുണ്ട്. എനിക്കത് കുറച്ച് കൂടുതൽ സിനിമാ രംഗത്താണ്. പ്രത്യേകിച്ച് മലയാള സിനിമയിൽ നമുക്കിപ്പോൾ മമ്മൂട്ടിയുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നതാണ് 369 എന്ന് പറയും. മമ്മൂട്ടി അതിനെ എത്രമാത്രം ഫോളോ ചെയ്യുന്നുള്ളത് മമ്മൂട്ടിയുടെ കാറുകളുടെയൊക്കെ നമ്പർ 369 ആണ്. മോഹൻലാലിൻ്റെ പലപ്പോഴും 2255 എന്ന് പറയുന്ന കാറിൻ്റെ നമ്പറുകളിലും അത് കാണാം. ചിലപ്പോൾ മോഹൻലാലും ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. ദിലീപിന് ഇങ്ങനൊരു ഭാഗ്യ നമ്പർ ഉണ്ടായിരുന്നു. പലർക്കും അറിയാം ദിലീപിൻ്റെ ദിലീപ് നിറഞ്ഞാടിയ കുറേ വർഷങ്ങളുണ്ട്. ആ വർഷങ്ങളിലൊക്കെ ജൂലൈ 4 ദിലീപിൻ്റെ പ്രധാനപ്പെട്ട പടങ്ങൾ റിലീസ് ചെയ്യും. ആ ചിത്രങ്ങളൊക്കെ 90% ചിത്രങ്ങളും ഗംഭീര ഹിറ്റുകളാണ്. ഇപ്പോൾ ഉദാഹരണം പറക്കും തളികയൊക്കെ ദിലീപിനെ അങ്ങ് സ്റ്റാറാക്കി മാറ്റിയതാണ്. ടോപ്പ് സ്റ്റാറാക്കിയ സിനിമയാണ് വീണ്ടും മീശമാധവൻ. ഗ്രാമഫോൺ വലിയ സക്സസ് ആയിട്ടില്ലെങ്കിൽ പോലും ഗ്രാമഫോൺ അത്യാവശ്യം ഒരു ആവറേജ് ഹിറ്റ് ആയിരുന്നു. പിന്നെ മാത്രമല്ല നല്ല രസമുള്ള സിനിമയായിരുന്നു. സലീം കുമാറും മീര ജാസ്മിനും കമലിൻ്റെ നല്ലൊരു മനോഹരമായ സിനിമ. പിന്നെ CID മൂസ തകർപ്പൻ വീണ്ടും ഹിറ്റ്, ജോണി ആന്റണി സംവിധാനം ചെയ്ത CID മൂസ. പിന്നെ ഇതിനൊരു മാറ്റം വന്നു പാണ്ടിപ്പട. ഇതിനിടയിൽ പാണ്ടിപ്പട ഉണ്ടായിരുന്നു. പാണ്ടിപ്പട അത്യാവശ്യം വലിയ ഹിറ്റൊന്നും അല്ലെങ്കിൽ പോലും അത്യാവശ്യം ഹിറ്റായിരുന്നു. നല്ല രസമുള്ളൊരു പടമായിരുന്നു. പ്രകാശ് രാജൊക്കെ പ്രധാന കഥാപാത്രം ചെയ്തൊരു സിനിമ. പിന്നീട് ഈ ജൂലൈ 4 ദിലീപ് ജൂലൈ 4 എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു സിനിമ, ജൂലൈ 4 എന്ന് പറഞ്ഞ സിനിമ തന്നെ റിലീസ് ചെയ്തു ഇതേ ഡേറ്റിൽ. അത് അട്ടർ ഫ്ലോപ്പായിരുന്നു. അത് സംവിധാനം ചെയ്തത് ജോഷിയാണ്. അതിനുശേഷം ദിലീപ് ജൂലൈ 4 ഡേറ്റിലോട്ട് വന്നേയില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു അടുത്തിടെ ഷാജി കൈലാസിൻ്റെ മകൻ സംവിധാനം ചെയ്ത് കഴിഞ്ഞ ഏകദേശം ഷൂട്ടിങ് കഴിഞ്ഞെന്ന് തോന്നുന്ന സിനിമ നീക്കം ജൂലൈ 4 എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ. പക്ഷേ ആ ഡേറ്റ് അങ്ങ് മാറ്റി. എനിക്ക് തോന്നുന്നു ദിലീപിനും ആ വിശ്വാസം നഷ്ടപ്പെട്ട് കാണും. പക്ഷേ ദിലീപിൻ്റെ 90% ഇങ്ങനെയുള്ള സിനിമകൾ നോക്കിയാൽ CID മൂസയും മീശമാധവനും പറക്കും തളിയും മാത്രം എടുത്താൽ പോലും ദിലീപിൻ്റെ എക്കാലത്തെയും മികച്ച ഹിറ്റുകൾ, അല്ലെങ്കിൽ മലയാളത്തിൽ തന്നെ മികച്ച ഹിറ്റുകളിലും മികച്ച സിനിമകളിലുമാണ് ജൂലൈ 4 പറഞ്ഞത്. ദിലീപ് നിറഞ്ഞാടിയ കുറേ വർഷങ്ങളുണ്ടായിരുന്നു. ഇൻഡസ്ട്രിയിൽ ഹിറ്റ് നൽകിയ വർഷങ്ങളുണ്ടായിരുന്നു. ദിലീപ് ഒരു മോശം നടനേ അല്ല. വ്യത്യസ്തമായ ഒരുപാട് വേഷം, കുഞ്ഞിക്കുന്നായാലും ചാന്തുപൊട്ടായാലും സൗണ്ട് തോമയായാലും ഒരുപാട് സിനിമകൾ ചെയ്ത് ബ്ലോക്ക് ബസ്റ്റർ സിനിമകളും വ്യത്യസ്ത രൂപങ്ങളിലുള്ള വേഷങ്ങളൊക്കെ ചെയ്തതാണ്. എന്തായാലും ഇനി അങ്ങോട്ട് ദിലീപിൻ്റെ നല്ല സിനിമകൾ വരട്ടെ, അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് സെലക്ഷനും ഒക്കെ റെഡിയായിട്ട് വരട്ടെ. അതുപോലെ അടുത്ത വർഷമൊക്കെ ജൂലൈ 4 അദ്ദേഹം ഗംഭീര സിനിമകൾ റിലീസ് ചെയ്ത് ഗംഭീര വിജയമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.